ഇക്കുറി വിശ്വപൗരൻ വേണ്ട, വിശ്വസിക്കാവുന്ന പൗരൻ മതി എന്ന് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ തീരുമാനിച്ചാൽ അത്ഭുതമില്ല. ആ പരാജയഭീതി എന്നുള്ള ചില വാക്കുകളാണ് കഴിഞ്ഞ ദിവസം വിശ്വപൗരൻ ശശി തരൂരിന്റെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത്. അത് വരികൾക്കിടയിൽ കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് താനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് മത്സരം. ഞാനും ഓനും തമ്മിലാണ് മത്സരം. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് പ്രധാന മത്സരം. കോൺഗ്രസും ബി ജെ പിയുടെ പ്രചരണം എനർജറ്റിക്കും പ്രൊഫഷണലുമാണ്. എതിർ സ്ഥാനാർത്ഥി പറയുകയാണ്, അത് ശശി തരൂര്, കോൺഗ്രസിന്റെ സമുന്നത നേതാവ്. എങ്ങനെയുണ്ട്? ഇതിനിടയിൽ പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് തനിക്ക് അറിയില്ല. വളരെ നിസ്സാരനായിട്ട് തള്ളിക്കളയുക പന്ന്യൻ രവീന്ദ്രനെ. അപ്രസക്തമാണ് പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് സ്വന്തം ശശി തരൂർ. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, പരാജയ ഭീതി എന്നുണ്ടാകുന്ന വാക്കുകളാണ്. തരൂര് മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞതാണ്. ആദ്യം വന്നു, 2009 വന്നു, വിശ്വപൗരനായിട്ട് ഹൈക്കമാൻഡ് കെട്ടിയിറക്കി. തിരുവനന്തപുരത്തേക്ക് ചില മുറുമുറുപ്പും പിറുപിറുപ്പും ഒക്കെ വന്നു. ലോക്കൽ കോൺഗ്രസ്, പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഇയാളെ എന്തിനു കെട്ടിയിറക്കി. പക്ഷെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കിയത് കൊണ്ട് അച്ചടക്ക നടപടി വരുന്നതുകൊണ്ട് കൂടുതൽ ആരും ഒന്നും മിണ്ടാൻ പോയില്ല. അവര് പിറുപിറുത്ത് മുറുമുറുത്ത് അങ്ങനെ ആ പരാതി അങ്ങ് തീർത്തു വിട്ടു. അവരുടെ ഉള്ളിലെ പരിഭവം അതൊന്ന്. അന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു, UN അണ്ടർ സെക്രട്ടറി ജനറൽ വിശ്വപൗരൻ, ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ആള് എന്നൊക്കെ ഒരു ഇമേജ്. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, കൊള്ളാം, മത്സരിച്ചോട്ടെ. പിന്നെ വളരെ നല്ല ഇമേജ് ഉണ്ട്, കാണാൻ സുന്ദരനാണ്, അപ്പൊ കുറച്ച് വോട്ട് അങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെ ആദ്യം 2009 ജയിച്ചു. 2014 വെള്ളം കുടിക്കുന്നുള്ള ഘട്ടത്തിലേക്ക് പോയി. ഒ രാജഗോപാലിനെതിരെ മത്സരിച്ചപ്പോ തരൂരിനെ തോൽപ്പിക്കാൻ ഒ രാജഗോപാൽ എന്ന് പറയുന്ന ജനകീയ BJP നേതാവ് വരുന്നു. ടൈറ്റ് ഫൈറ്റ്. തരൂര് കടന്നു കൂടുമോ എന്ന ഘട്ടം വരുമ്പോ പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പേയ്മെന്റ് സീറ്റ് ആക്ഷേപങ്ങൾ, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ, CPI കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ പോരായ്മ. CPIക്കുള്ള സീറ്റാണല്ലോ ഇടതു മുന്നണിയിലെ തിരുവനന്തപുരം എന്ന് പറയുന്നത്. ഈ ആനുകൂല്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് LDFന്റെ വോട്ടുകൾ, CPM പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ മറിച്ച് കൊടുത്തപ്പോഴാണ് തരൂര് 2014 ജയിക്കുന്നത്. ഇല്ലെന്ന് തരൂരിന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് BJPയുടെ ഒ രാജഗോപാൽ ജയിക്കാൻ പാടില്ല എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ കൂടി വിചാരിച്ചപ്പോൾ ആ വോട്ടുകൾ പേയ്മെന്റ് സീറ്റും CPIയുടെ ദുർബല സ്ഥാനാർത്ഥിയും കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ശശി തരൂരിന് കൊടുത്തപ്പോഴാണ് തരൂര് ജയിച്ചത്. ചെറിയ വോട്ടിന്. അവസാന റൗണ്ടിന് തൊട്ട് മുമ്പ് വരെ രാജഗോപാൽ ലീഡ് ചെയ്യുകയായിരുന്നു. ഒ രാജഗോപാൽ 2014 തെരഞ്ഞെടുപ്പിൽ ഓർക്കണം. അവസാന റൗണ്ടിലാണ് തീരദേശ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് തരൂർ രക്ഷപ്പെട്ടു പോയത്. അതിനുശേഷം 2019 ഇതേ സിറ്റുവേഷൻ. കുമ്മനം രാജശേഖരൻ. അപ്പോഴും തരൂര് വെള്ളം കുടിക്കുമോ എന്ന് തരൂരിനും കോൺഗ്രസിനും ഒരു ആദി ഭീതി ഒക്കെ വന്നു. അവിടെയും തരൂരിനെ ജയിപ്പിച്ചത് ഇടതുപക്ഷ വോട്ടുകളാണ് എന്ന് തരൂര് മറന്നുപോയി. ആ ഇടതുപക്ഷ വോട്ടുകളെയാണ് തരൂർ ഇപ്പൊ പരിഹസിച്ചിരിക്കുന്നത്. ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന പേയ്മെന്റ് സീറ്റിന്റെ വിവാദം വന്നപ്പോൾ ഇടതുപക്ഷത്തു നിന്ന് തന്നെ കുമ്മനം ജയിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തരൂരിന് വോട്ടുകൾ മറിഞ്ഞു. അത് ചില മനസാക്ഷി വോട്ടുകളാണ്. അതായത് BJP ജയിക്കാൻ പാടില്ല, അതുകൊണ്ട് LDFും ജയിക്കത്തില്ല, എന്നാ പിന്നെ തരൂരിനൊരു വോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സ് തരൂരിന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷേ മിസ്റ്റർ തരൂർ ഇത്തവണ ഈ ആനുകൂല്യം പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ഈ പരിഹസിച്ച, അപഹസിച്ച
ഈ പന്ന്യൻ രവീന്ദ്രനുണ്ടല്ലോ, ജനകീയരിൽ ജനകീയനായ സാധാരണക്കാരനായ നേതാവാണ്. ആ പന്ന്യൻ രവീന്ദ്രനെ പരിഹസിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പരാജയ ഭീതി വന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ വാക്കുകൾ പറയുന്നത്. വേറൊന്നും വേണ്ട. താങ്കൾ പറഞ്ഞല്ലോ മിസ്റ്റർ ശശി തരൂർ, മത്സരം ഞാനും ഓനും തമ്മിലാണ്. ആര്? ഞാൻ പിന്നെ ഓൻ രാജീവ് ചന്ദ്രശേഖർ. ഈ പന്ന്യൻ എവിടെ കിടക്കുന്നു? പന്ന്യനെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ പന്ന്യൻ രവീന്ദ്രനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വേറൊന്നും വേണ്ട. ഒരു ദിവസം അങ്ങ് അവിടുന്ന് കളിക്കാവിള എന്ന് കഴക്കൂട്ടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് യാത്ര ചെയ്താൽ മതി. ഒരു ദിവസം ആരൊക്കെ തമ്മിലാണ് പ്രധാന മത്സരം എന്ന് അപ്പോൾ മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള ഒരു ജനകീയ നേതാവിനെ പരിഹസിച്ചിട്ട് ശശി തരൂര് ജയിച്ചു പോകാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വാക്കുകൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഞാനും BJPയുടെ രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലാണ് മത്സരം. ഇടതുപക്ഷം ഇവിടെ ഒന്നുമല്ലെന്ന്. ഉളുപ്പ് വേണം. ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ 2 തവണ MP ആയത്. ആദ്യ തവണ നിങ്ങൾക്ക് ആനുകൂല്യമുണ്ട്, വിശ്വപൗരൻ. പക്ഷെ പിന്നെ 2 തവണ 2014, 2019 നിങ്ങൾ തിരുവനന്തപുരം ജയിച്ചത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷ വോട്ടുകൾ കൊണ്ടാണ് ശശി തരൂരെ നിങ്ങൾ ജയിച്ചത്. അത് തലമറന്ന് നിലനിൽക്കുന്ന ഈ പരിപാടി നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും. തിരുവനന്തപുരം 2014 19 തിരുവനന്തപുരം അല്ല, 2024 തിരുവനന്തപുരം എന്ന് വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു നോമിനേഷൻ എങ്ങനെ കൊടുക്കണമെന്ന് അറിയാത്ത അദ്ദേഹത്തിന്റെ ഓഫീസ്. എന്നാൽ അത് നോക്കി സൂക്ഷ്മ പരിശോധന നടത്തേണ്ട കളക്ടറും ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ കാണിച്ച മണ്ടത്തരാണ്, വിവരക്കേട്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അതുകൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ അഫിഡവിറ്റ് സ്വത്തുവിവരം തെറ്റായി കാണിച്ചതിന്റെ പരാതി ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന് പോയി. ഇലക്ഷൻ കമ്മീഷൻ അത് പ്രത്യക്ഷ നികുതി ബോർഡിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നടപടികൾ അതിന്റെ പിന്നാലെ വരും. സ്വത്ത് പലതും മറച്ചു വെച്ചു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കോടീശ്വര വ്യവസായി, ബിസിനസ്സുകാരൻ, രാഷ്ട്രീയക്കാരൻ, കേന്ദ്ര സഹമന്ത്രി. 2, അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു MP ആകാൻ മത്സരിക്കുന്ന ഒരാളുടെ ഓഫീസ് ഇങ്ങനെയാണ്. ഒരു കേന്ദ്ര മന്ത്രിയുടെ കൊടുത്ത അപേക്ഷയിലെ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നു എന്നാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട ആള് കാണിച്ചിരിക്കുന്നത് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടാണ്. കൊടുത്ത തെളിവുകൾ പ്രകാരം, ഡോക്യുമെന്റ്സ് പ്രകാരം. ഇത് സൂക്ഷ്മ പരിശോധന, അവിടെ ആ വാക്കാണ് പ്രധാനം, സ്ക്രൂട്ടിനി. ഇത് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് ഇത് തള്ളാമോ കൊള്ളാമോ അംഗീകരിക്കാമോ എന്ന് തീരുമാനിക്കേണ്ടുന്ന അധികാരിയാണ് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അദ്ദേഹം സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് ഈ നോമിനേഷൻ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം എന്താ സൂക്ഷ്മ പരിശോധന നടത്തിയത്? ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൊടുത്ത അപേക്ഷയിൽ രാജ്യസഭയിലേക്ക് എന്ന രീതിയിൽ കൊടുത്താൽ ആ നാമനിർദ്ദേശ പത്രിക അപ്പോഴേ തള്ളിക്കളയാം. സൂക്ഷ്മ പരിശോധനയിൽ തള്ളിക്കളയാൻ ഉള്ള അധികാരവും യുക്തിയും നീതിയും എല്ലാം അവിടെയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ പാടില്ല, നാമനിർദ്ദേശ പത്രിക. പക്ഷെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അത് അങ്ങ് സ്വീകരിച്ചു. ഇതിനെതിരെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാവുന്നതാണ്. ആ പരാതി കൊടുക്കുന്നുണ്ടാവും, ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയായില്ല. ഇപ്പൊ ഏതെങ്കിലും ഇടതുപക്ഷത്തെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇങ്ങനെ ഒരു നോമിനേഷൻ കൊടുക്കുകയും അതിൽ ഇങ്ങനെ ഒരു പിശക് വരികയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അന്തിച്ചർച്ച, ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ളൊരു ലോക്സഭാ സീറ്റില്. പക്ഷേ ഈ നോമിനേഷൻ കൊടുത്തത് രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ടും നമുക്ക് അതിനെ എതിർക്കാനും പറ്റാത്തത് കൊണ്ടും ഒരു മുഖ്യ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയില്ല.
മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അടക്കമുള്ള 24 ഒക്കെ അടക്കമുള്ളവർക്ക് ഇതിനെപ്പറ്റി മിണ്ടാട്ടമേ ഇല്ല. എന്തൊരു മാധ്യമ പ്രവർത്തനമാണ്, എന്തൊരു മനോഹര മാധ്യമ പ്രവർത്തനമാണ്. പിന്നെ ശശി തരൂര് ഈ പറഞ്ഞത് പന്ന്യൻ രവീന്ദ്രനെ, ഒരു നേതാവിനെ അപഹസിക്കുക. പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെന്നേ. മനസ്സിലാക്കി കൊടുക്കാം. അതിന് പ്രബുദ്ധതയുള്ള ജനങ്ങൾ തിരുവനന്തപുരത്ത് വോട്ടർമാരുണ്ട്. തരൂരിന് മനസ്സിലാവും. ജൂൺ 4 വോട്ടെടുമ്പോൾ തരൂരിന് മനസ്സിലാവും. തരൂര് തോൽക്കാൻ പോകുന്ന അല്ലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഇലക്ഷനാണ് ഇപ്പൊ നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ. താങ്കളുടെ പഴയ ഇമേജ് ഒന്നും താങ്കളെ രക്ഷിക്കില്ല. താങ്കളെ 3 തവണ MP ആയ താങ്കളെ 2 തവണ ജയിപ്പിച്ചത് ഇടതുപക്ഷമാണ്, CPM പ്രവർത്തകർ കൂടിയാണ്. ഇപ്പം നല്ലൊരു സ്ഥാനാർത്ഥി വന്നു നിന്നപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല. നിങ്ങൾക്ക് ഇടതുപക്ഷത്തു നിന്ന് കഴിഞ്ഞ 2 തവണ 2014-ലും 2019-ലും കിട്ടിയതുപോലെ വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെ ജയിക്കാനും പോകുന്നില്ല. ആ വോട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ BJPയുടെ പുറകോട്ട് ഇങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ പിടിക്കുക രാജീവ് ചന്ദ്രശേഖരന്റെ. അതല്ലല്ലോ അടവ് നയം. ഞാനും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിലാണ് പ്രധാന മത്സരം. തരൂരെ, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നിങ്ങൾ വിചാരിക്കുന്ന പഴയ തിരുവനന്തപുരം ഒന്നും അല്ല ഇത്തവണ. പന്ന്യൻ രവീന്ദ്രൻ എന്ന പറയുന്ന ശക്തനായ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം അവിടെ നിർത്തിയപ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായി. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു കാരണവശാലും ഒരിക്കലും അവിടെ നിന്ന് ജയിക്കാൻ പോണില്ല എന്നുള്ളത് ഏത് പിന്നെ ആർക്കും, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അത്രയേ ഉള്ളൂ.